ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനും ന്യൂവാൾസ് ലോ കോളേജിനും സമീപത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3.25 സെൻറ്റിനടുത്ത് ഒറിജിനൽ ലാൻഡിൽ 1550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളുള്ള മനോഹരമായൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണത്. മാത്രമല്ല ഈ വീടിന് നല്ല റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 മീറ്റർ വീതിയുള്ള 2 വാഹനങ്ങൾ ഈസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യത്തിൽ നിർമ്മിച്ച ഒരു റോഡ് ഫ്രണ്ടേജായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ് ചെയ്യാവുന്ന വിധത്തിലുള്ള ഒരു മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. CNC കട്ടിങ് എല്ലാം ചെയ്ത് നല്ല മനോഹരമായ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു കാർ പോർച്ചും വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നു. കടുപ്പ കല്ലുകളാണ് വീടിൻ്റെ ഫ്രണ്ടിൽ വിരിച്ചിരിക്കുന്നത്. അത് ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് ആണ് ഇവിടെ വരുന്നത്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ പുതിയ വീട്ടുടമ എത്തുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ കാവൽക്കാരൻ സീറ്റ് ഔട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഭക്ഷണത്തിനായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പാളിയിലാണ് ഈ വീടിൻ്റെ മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. തേക്കൂഡ് ഫിനിഷിലാണിത് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുമ്പോൾ തന്നെ കാണുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 പേര് കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ രീതിയിൽ ഒതുങ്ങിയ രീതിയിൽ ഒരു സൈഡിലേക്ക് ചേർത്ത് തന്നെയാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 8 കിലോമീറ്റർ ദൂരം, കളമശ്ശേരി HMT ജംഗ്ഷനിലേക്ക് ഏതാണ്ട് ഒരു 3-3.5 കിലോമീറ്റർ ദൂരവും, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 1.5-2 കിലോമീറ്റർ ദൂരവും, ന്യൂവാൾസ് ലോ കോളേജിലേക്ക് ഏതാണ്ട് ഒരു 800 മീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നുള്ളൂ. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. നല്ല മനോഹരമായൊരു കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. മാത്രമല്ല വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വടക്കോട്ടും നൽകിയിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഒരു ഇലക്ട്രിക് ചിമ്മിനിയും നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചണോട് ചേർന്നതിന് വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു വലിയ വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടുത്തെ ബെഡ്റൂമുകളിലൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും നമുക്കിവിടെ ലഭ്യമാണ്. വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഇന്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ നൽകിയിരിക്കുന്നു. എക്സോസ്റ്റ് സൗകര്യവും നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റെയർ കേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായി നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയ വാർഡ്രോബ് സൗകര്യവും മിററെല്ലാം ഡിസൈൻ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വിൻഡോസുകളെല്ലാം ധാരാളമായി നൽകിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഇവിടെയും നൽകിയിരിക്കുന്നു.
ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനും ഒരു ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. കൂടാതെ ഒരു ബാൽക്കണി കൂടി നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. ഏതാണ്ട് 3,150 സെൻറ്റ് സ്ഥലത്ത് 1,550 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന വില 73 ലക്ഷം രൂപയാണ്. മനോഹരമായ ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു 5 lakhs ഡൗൺ പേയ്മെൻറ്റായി ഇടാനുണ്ടെങ്കിൽ ബാക്കി തുക ഞങ്ങൾ ലോണാക്കിയും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. ഇനി വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. മനോഹരമായ ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.